ചിക്കൻ മന്തി സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലോ? എന്നാൽ കണ്ടോളി. 5 പേർക്കുള്ള ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഉമ്മ എപ്പോഴും പറയും എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം ഉപ്പിട്ട് കൊടുക്കണമെന്ന്. അതിനുശേഷം ഒരു ക്യാപ്സിക്കം, കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയില എന്നിവ ബിസ്മിൻ ചൊല്ലിയാണ്ട് ഇട്ട് കൊടുത്തോളി. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 മാഗി കട്ട, 1 സ്പൂൺ കാശ്മീരി ചില്ലി, അതില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ ഫുഡ് കളർ ചേർത്ത് കൊടുത്തു. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പാക്കറ്റ് മന്തി മസാല, ഒരു ചെറിയ പാക്കറ്റ് മന്തി മസാല, ഒരു 7 ഏലക്കായി, ഒരു 10-11 ഗ്രാമ്പു, കുറച്ച് കറാമ്പട്ട, ഒരു 10-55 കുരുമുളക് എന്നിവ ഇട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ഞാനിട്ട് ഓർഡറൊക്കെ അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. എങ്ങനെയായാലും എല്ലാം ഒരു ചട്ടിക്കുള്ളതല്ലേ. നിങ്ങൾക്ക് കൈക്ക് കിട്ടുന്നൊക്കെയാണ് വാരിപ്പറക്കി ഇട്ടുകൂടി. എന്നിട്ട് അത് ഒരു 2 മിനിറ്റോളം ചിക്കനിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായി കുഴച്ച് എടുത്തോളി. കുഴക്കുന്നതിനനുസരിച്ച് അതിൽ നന്നായി പിടിക്കും. 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതാ കണ്ടോ, ഇങ്ങനെ വേണം കുഴച്ചെടുക്കാൻ. നന്നായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച നേരം നമുക്ക് ചോറുണ്ടാക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 4 ഏലക്ക, 6 കറാമ്പു, കുറച്ച് കറാമ്പട്ട, വലിയ ജീരകം, കുരുമുളക്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു ഉണക്കനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചനാരങ്ങ ചേർത്തു എന്നിവയൊക്കെ ഇട്ട് നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഇതൊക്കെ ഇടാവും, ഇല്ലെങ്കിൽ ഒരു കറുത്ത കളറായി മാറും. അതിനുശേഷം കഴുകി 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ച് അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അരി ഒരു 3/4 വേവാകുമ്പോൾ ഊറ്റിയെടുക്കുക. വേവ് കൂടാതെ നോക്കണേ, പിന്നെ അത് ഒരു ഒട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കും. നാരങ്ങ ആദ്യം ഇടാൻ മറന്നുകൊണ്ട് ഞാൻ അരി ഇട്ടേരാണ് നാരങ്ങ ഇട്ടിട്ടുള്ളത്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് ഈ അരി ഊറ്റിയ തീമ കണ്ടെടുത്ത് വെച്ചോളി. എന്നിട്ട് അതിൻ്റെ 2 സൈഡും മുരിച്ചെടുക്കുക. ചിക്കന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നല്ലോണം മുരിച്ചെടുക്കുക. ഞാനതിന് കുറച്ച് മാറ്റിയെടുത്തതുകൊണ്ട് ഫ്രൈ പാനിലിട്ടുകൊണ്ട് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുരിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് ആ ചട്ടിയിൽ തന്നെ ഇട്ട് അങ്ങനെയാക്കാം. നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളി. നന്നായി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് അത് നല്ലോണം മൊരിയിച്ചെടുക്കുക. ഇനി വെന്ത ചിക്കനെ ആ ചെമ്പിന്നാണ്ട് മാറ്റി വെക്കുക. അതിലത്തെ എണ്ണയൊക്കെ നല്ലോണം ഊറ്റിയെടുത്തുകൊണ്ട് മാറ്റി വെച്ചോളിട്ടാ. എന്നിട്ട് ആ ചെമ്പക്ക് വെന്ത ചോറ് ഒരു പാതിയോളാണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ആ മാറ്റി വെച്ച ചിക്കന് ആണ്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ആ ചോറുക്കണ്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ബാക്കി ചോറും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് 2 പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്നിൽ മഞ്ഞൾപ്പൊടിയും ഒന്നിൽ റെഡ് കളറും ചേർത്ത് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ചോറിൻ്റെ മേൽക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് 2 കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശേഷം ഒരു 3-4 പച്ചമുളക് ഒരു ചെറുക്കിന് വേണ്ടിയിട്ടാണ് മേലെ കുത്തി കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കാണ് പുക ഇടാം. എന്നിട്ട് അതിനൊരു പാത്രം നടുക്കുക വെച്ചുകൊണ്ട് അതിക്ക് കണൽ കോരിയിട്ടുകൊണ്ട് കുറച്ച് എണ്ണ പറഞ്ഞ് അപ്പം തന്നെ മൂടി വെച്ചോളി. ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് തുറന്നെടുത്താൽ നല്ല അടിപൊളി മന്തി റെഡി. അത് ദമ്മാവണ നേരം കൊണ്ട് നമുക്കാണ് മയോണൈസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് വിനീഗർ, എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊണ്ട് നല്ലോണം അടിച്ചെടുത്താൽ മയോണൈസ് റെഡി. മയോണൈസ് ഇല്ല അതെന്ത് മന്തിയില്ല, എല്ലാവർക്കും നിർബന്ധക്കാരം മയോണൈസ്. അപ്പോൾ മയോണൈസ് റെഡി. ഇനി ദമ്മ് പൊട്ടിച്ചിട്ട് നമുക്ക് മയോണൈസും കൂട്ടിക്കാണ്ട് ഒരു പിടിയാണ് പിടിക്കുക. ഇതാ കണ്ടാൽ തന്നെ എന്താ ചൊറുക്കാണ് കാണാൻ, നമുക്കാണ് തിന്നാൻ തോന്നിപ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട, പോയി ഉണ്ടാക്കി നോക്കിക്കോളി. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. മയോണൈസും കൂടിയാണ് നല്ലോണം പിടിച്ചോളി, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ ഓക്കെ, എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളണേ. അപ്പോൾ ഓക്കെ, ബൈ.